ലാബ്സ് MH ഒപാത് കെയർ, എറിയാട്, കാര, അസ്മാബി കോളേജ്. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട്. മെട്രോപോളിസ് ലാബ്, കാര, അഞ്ചങ്ങാടി. എറിയാട് ആൽഫ പാലിയേറ്റീവ് കെയർ സെന്റർ സമ്മാന വിതരണവും അനുമോദനവും നടത്തി. പാലിയേറ്റീവ് കെയർ സ്പോൺസർഷിപ്പ് കൂപ്പൺ വിതരണത്തിൽ സമ്മാനം നേടിയവർക്കുള്ള തുകകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സെന്റർ പുനർജനി ഹാളിൽ നടന്ന ചടങ്ങ് ശില്പി ഡാവഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സമ്മാന വിതരണവും നടത്തി. സാന്ത്വന പരിചരണ രംഗത്ത് ആൽഫ പാലിയേറ്റീവ് കെയർ നൽകുന്ന സേവനങ്ങൾ സമൂഹത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണെന്ന് ഡാവഞ്ചി സുരേഷ് പറഞ്ഞു. സെന്റർ പ്രസിഡന്റ് KA ഖദീജ ബി അധ്യക്ഷത വഹിച്ചു. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് യോഗം അനുശോചനം രേഖപ്പെടുത്തി. 5000 രൂപ വീതം 24 പേർക്ക് ലഭിച്ചതിൽ 18 പേർ സമ്മാനത്തുക സെന്ററിന്റെ പാലിയേറ്റീവ് പരിചരണത്തിലേക്ക് സംഭാവനയായി ഭാരവാഹികളെ തിരിച്ചേൽപ്പിച്ചു. മൊത്തം 15 ലക്ഷം രൂപയാണ് കൂപ്പൺ വഴി ശേഖരിച്ചത്. +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങി വിജയിച്ച കമ്മിറ്റിയിലെ വിദ്യാർത്ഥി പ്രതിനിധി തൗഫീഖ് റഹ്മാനെയും കമ്മിറ്റി അംഗങ്ങളുടെ മക്കളിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഹീരയെയും മൊമെന്റോ നൽകി അനുമോദിച്ചു. തുടർന്ന് ഹോസ്പീസ് കെട്ടിട നിർമ്മാണ അവലോകനവും നടന്നു. സെക്രട്ടറി EV രമേശൻ, CS തിലകൻ, PK റഹീം, കരീം വേണാട്ട്, ഫസീല ടീച്ചർ, KK സെയ്ദു, KK അബ്ദുള്ള, ഫാത്തിമ ടീച്ചർ, PK ധർമ്മരാജ്, PR ചന്ദ്രൻ, സഗീർ, CM മൊയ്തു എന്നിവർ സംസാരിച്ചു. സമ്മാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. അതായത് 5000 രൂപ വീതം 2 സമ്മാനങ്ങൾ, 10000 രൂപ ഇത് ആൽഫക്ക് തന്നെ തിരിച്ചു നൽകുകയാണ്. അതുപോലെ TK അബൂബക്കർ ഒരു സമ്മാനം തിരിച്ചു നൽകുകയാണ്. അതുപോലെ PR ചന്ദ്രൻ അദ്ദേഹം നമുക്ക് ആൽഫക്കൂടി തിരിച്ചു തരികയാണ്. വന്നിട്ടുള്ള ഈ 3 പേരെയും ക്ഷണിക്കുന്നു. തുടക്കം മുതലേ നൂറുദ്ദീൻ KM എന്ന് പറയുന്ന നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന KM നൂറുദ്ദീൻ ചെയർമാനായിട്ടുള്ള ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ തുടക്കം മുതൽ നടത്തിക്കൊണ്ടു പോകുന്നത്. അദ്ദേഹത്തിനോടൊപ്പം ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ വളണ്ടിയറായിട്ട് മിസ്റ്റർ PR ചന്ദ്രൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എങ്കിൽ അദ്ദേഹവും നമുക്ക് അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനം തിരിച്ചു തരികയാണ്.